110 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ എത്തും എന്നാണ് VD സതീശൻ പറയുന്നത്. UDFന് ആത്മവിശ്വാസത്തിൻ്റെ ശരീരഭാഷ വേണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകുലു. സുനിൽ കനകുലു പറയുന്നതനുസരിച്ചാണ് UDF നേതാക്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിലവിലുള്ള LDF MLA മാരെയെല്ലാം തോൽപ്പിക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ 110 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നും VD സതീശൻ പറയുമ്പോൾ സുനിൽ കനകുലു ഹൈക്കമാൻഡിന് കൊടുത്ത റിപ്പോർട്ട് ചർച്ചാ വിഷയം ആകുന്നു. സുനിൽ കനകുലു ഹൈക്കമാൻഡിന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ UDF അധികാരത്തിൽ വരാൻ വളരെ പ്രയാസമാണ്. അതിന് അദ്ദേഹം കാരണങ്ങൾ പറയുന്നുണ്ട്. നിലവിലുള്ള LDF MLA മാർ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്, ജനകീയ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അവരെ പരാജയപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കാനുള്ള കാരണം പ്രാദേശിക വികാരമാണ്. പ്രാദേശിക വികാരം ശക്തമായിരുന്നു LDFനെതിരെ. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിലേക്ക് വലിയൊരു വിജയം നേടിയത്. ന്യൂനപക്ഷ വിഭാഗം UDFനോടൊപ്പം നിന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ ഗുണകരമായി മാറി. മാത്രമല്ല, സുനിൽ കനകുലുവിൻ്റെ റിപ്പോർട്ടിൽ മറ്റൊന്നുകൂടിയുണ്ട്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. കേരളം മാറ്റത്തിനായി ആഗ്രഹിക്കുന്നതുമില്ല. അതുകൊണ്ടാണ് ഘടകകക്ഷികളെ തേടി UDF ഇപ്പോൾ പിറകെ നടക്കുന്നത്. 110 സീറ്റ് നേടി ഇന്നത്തെ സംവിധാനത്തിൽ UDF അധികാരത്തിൽ വരുമെങ്കിൽ എന്തിനാണ് ഘടകകക്ഷികളുടെ പിറകെ, LDFൻ്റെ ഘടകകക്ഷികളുടെ പിറകെ UDF നടക്കുന്നത്? പുതിയ കക്ഷികളെ ആവശ്യമില്ലല്ലോ UDFന്. 110 സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി പുതിയ കക്ഷികളെ തേടി ഇങ്ങനെ കേരളമൊട്ടാകെ അലയുന്നത്, അവരുടെ പിറകെ നടക്കുന്നത് എന്തിനാണ്? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പിറകിൽ UDF നടന്നതും കോൺഗ്രസ്സുകാർ നടന്ന് അവരുടെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഗുണമൊന്നും കിട്ടാത്തതും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഇപ്പോൾ RJDയുടെ ശ്രേയംസ് കുമാറിൻ്റെ RJDയുടെ പിറകിലാണ് UDF. RJD UDFിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പുതിയ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും RJDയെ തിരികെ കൊണ്ടുവരാനുള്ള, RJDയെ കൂടെ കൂട്ടാനുള്ള ശ്രമത്തിലാണ് UDF. എന്തിനാണ് 110 സീറ്റ് നേടി ജയിക്കുമെന്ന് പറയുന്ന സതീശൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പിറകെ നടക്കുന്നത്, RJDയുടെ പിറകെ നടക്കുന്നത്? മാത്രമല്ല, LDF സഹയാത്രികരായിരുന്നവരെ UDFിൽ എത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. BS അച്യുതാനന്ദൻ്റെ വിശ്വസ്തനും പേഴ്സണൽ സ്റ്റാഫുമായിരുന്ന A സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ UDF തിടുക്കപ്പെടുന്നത് എന്തിന്? മലമ്പുഴയിൽ കോൺഗ്രസ്സുകാരിലെ സ്ഥാനാർത്ഥിയാകാൻ. മറ്റൊന്ന്, പണ്ടത്തെ BSൻ്റെ മറ്റൊരു വിശ്വസ്തനായ KM ഷാജഹാന് ആലപ്പുഴ സീറ്റ് നൽകുമെന്ന വാഗ്ദാനം നൽകിയത് എന്തിന്? ഷാജഹാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നു എന്നാണ് വാർത്ത. അപ്പോൾ ഇന്നത്തെ സംവിധാനം വെച്ച് UDFന് ജയിച്ചു കയറാൻ കഴിയില്ല എന്നർത്ഥം. ഇന്നത്തെ സംവിധാനം ദുർബലമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെയുള്ള എല്ലാ ആയുധങ്ങളും എടുത്തു പ്രയോഗിക്കാനാണ് UDFൻ്റെ ശ്രമം. A സുരേഷിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം UDF നടത്തുകയാണ്. KM ഷാജഹാന് ആലപ്പുഴ സീറ്റ് നൽകാനുള്ള ശ്രമവും നടത്തുകയാണ്. KM ഷാജഹാൻ എന്തായാലും അതിൽ വീഴും. കാരണം KM ഷാജഹാൻ അധികാര രാഷ്ട്രീയത്തോട് പ്രതിബദ്ധതയുള്ള നേതാവാണ്, അധികാര രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള നേതാവാണ്. മാത്രമല്ല, പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന നേതാവാണ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, നേതാവല്ല പൊതുപ്രവർത്തകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതാകും ശരി. എന്തായാലും ഇന്നത്തെ സംവിധാനത്തിൽ UDFന് ജയിച്ചു കയറാൻ കഴിയില്ല എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ. 110 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന സതീശൻ RJDയെ പോലെ ദുർബലമായ LDF ഘടകകക്ഷിയെ
കൂടെ കൂട്ടാൻ വേണ്ടി കളിക്കുന്ന നാണം കെട്ട കളികൾ കേരള സമൂഹം കാണുന്നുണ്ട്. മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടാൻ ജോസ് കെ മാണിയെ സോണിയാഗാന്ധിയെ കൊണ്ട് വിളിപ്പിച്ചു VD സതീശനും ടീമും. പക്ഷേ അവസാന നിമിഷത്തിൽ ജോസ് കെ മാണി പിന്മാറി. കാരണം അങ്ങനെ ജോസ് കെ മാണി പോയി കഴിഞ്ഞാൽ PJ ജോസഫും ടീമും വെറുതെ ഇരിക്കില്ലെന്ന് ജോസ് കെ മാണിക്ക് അറിയാം. RJDയെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രേയാംസ് കുമാറുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഒരു വശത്ത്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, UDFന്റെ നില സേഫ് അല്ല. കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ് UDF എന്ന പ്രസ്ഥാനം നേരിടുന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസ്. മുസ്ലിം ലീഗിന് മാത്രമാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സീറ്റ് ഉള്ളത്. ബാക്കി ഒരിടത്തും കോൺഗ്രസിന് ഫിക്സഡായി ഒരു സീറ്റ് ഇല്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയാവുന്ന സീറ്റുകൾ കുറവാണ്. എറണാകുളത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ശക്തമായ പോരാട്ടമാണ് എറണാകുളത്ത് പല ജില്ലകളിലും നടത്തുക. പ്രത്യേകിച്ചും 2020 NDAയിലേക്ക് ചേർന്നതോടുകൂടി എറണാകുളത്ത് പല മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരം തന്നെ നടക്കും. സുനിൽ കനകുലുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല. UDF ആത്മവിശ്വാസത്തിൻ്റെ ശരീരഭാഷ, UDF നേതാക്കൾ ആത്മവിശ്വാസത്തിൻ്റെ ശരീരഭാഷ കാണിക്കണം. അങ്ങനെ കാണുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും UDF അധികാരത്തിൽ വരുമെന്ന്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. നിലവിലുള്ള LDF MLAമാരെ, CPMൻ്റെയും CPIയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും MLAമാരെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അവർ അവരുടെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുകയാണ്. ഉദാഹരണത്തിന് പത്തനാപുരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിയ ഒരു നിയോജക മണ്ഡലമാണ് പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ്. വട്ടിയൂർക്കാവ് BK പ്രശാന്ത്, CPMൻ്റെ MLA ആയ മുൻ മേയർ ബ്രോ എന്നറിയപ്പെടുന്ന BK പ്രശാന്തിനെ തോൽപ്പിക്കാൻ വലിയ പാടാണ്. അങ്ങനെ പല മണ്ഡലങ്ങളിലും MLAമാർ ശക്തമായ സാന്നിധ്യമായി നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് MLAമാർ കാഴ്ചവെക്കുന്നത്. ആ MLAമാരെ തോൽപ്പിക്കുക എന്നുള്ളത് ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണെന്ന് സുനിൽ കനകുലു കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പൊതുവെ പരാജയത്തിൻ്റെ ശരീരഭാഷ പാടില്ല, ആത്മവിശ്വാസത്തിൻ്റെ ശരീരഭാഷയാകണം കാണിക്കേണ്ടത്. ഇതൊക്കെയാണ് സുനിൽ കനകുലു UDF നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. മറുവശത്ത് ഹൈക്കമാൻഡിന് കൃത്യമായ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു. നിലവിലുള്ള LDF സംവിധാനത്തെ പരാജയപ്പെടുത്താൻ ഇപ്പോഴത്തെ UDF സംവിധാനം പോരാ.